മണിപ്പൂരിലെ 11 ബൂത്തുകളിൽ റീപോളിംഗ് ആദ്യ മണിക്കൂറുകളിൽ സമാധാനപരമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് അക്രമ സംഭവങ്ങളെ തുടർന്ന് മുടങ്ങിയ ബൂത്തുകളിലാണ് റീപോളിംഗ്. വെടിവെപ്പിൽ പരിക്കേറ്റവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യം ഒരുക്കിയില്ലെന്നുള്ള പരാതിയുണ്ട്. അതിനിടെ തന്റെ പേരിൽ കള്ളവോട്ട് ചെയ്തെന്ന് പരാതിപ്പെട്ടയാളെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. വോട്ടിംഗ് യന്ത്രം കേടുവരുത്തി എന്ന കുറ്റം ആരോപിച്ചാണ് കേസ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാനുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, മണിപ്പൂരിൽ ഇപ്പോൾ ഈ റീപോളിംഗ് നടക്കുന്ന ഇടങ്ങളിൽ സമാധാനപരമായിട്ടാണോ മുന്നോട്ട് പോകുന്നത്? അവിടെ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, രാവിലെ 7 മണി മുതൽ തന്നെ ഈ റീപോളിംഗ് നടക്കുന്ന 11 ബൂത്തുകളിലും പോളിംഗ് ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ആദ്യഘട്ട പോളിംഗിന് വ്യത്യസ്തമായി ആദ്യ മണിക്കൂറുകളിൽ തന്നെ കൂടുതൽ പേർ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നു എന്നാണ് മണിപ്പൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണം ഈ റീപോളിംഗുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് ഈ 11 ഇടങ്ങളിലും തന്നെ. ഒന്നാം ഘട്ടത്തിലും ശക്തമായ സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിലും പ്രദേശത്തേക്ക് അക്രമികൾ എത്തുകയും ഈ പോളിംഗിനായി ക്യൂ നിൽക്കുകയായിരുന്ന വോട്ടർമാർക്ക് നേരെ വെടിയുതിർക്കുകയും ആകാശത്തേക്ക് വെടിയുതിർക്കുകയും മറ്റും ചെയ്തിരുന്നു. ചിലയിടങ്ങളിൽ പോളിംഗ് ബൂത്തുകൾ ആക്രമിക്കുകയും പോളിംഗ് സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഗുരുതരമായ ആക്രമണം ഉണ്ടായ പോളിംഗ് തടസ്സപ്പെട്ട 11 ഇടങ്ങളിലാണ് ഇന്ന് റീപോളിംഗ് നടക്കുന്നത്. അവിടെ ഇപ്പോൾ സമാധാനപരമായി തന്നെയാണ് ഈ വോട്ടെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും അക്രമ സംഭവങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.